മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇനി എത്തുന്നത്. കാരണം അല്പസമയത്തിനുള്ളിൽ അവിടെ രഥോത്സവം ആരംഭിക്കും. 1:15 സമയം നിശ്ചയിച്ചിരിക്കുന്നത്. മുഹൂർത്തം അപ്പോഴാണ്. മലയാളികളടക്കം ആയിരങ്ങൾ ഈ പുണ്യ നിമിഷത്തിന് സാക്ഷിയാകാനായി കൊല്ലൂരിലുണ്ട്. അരുൺ കൊടുങ്ങൂർ അവിടെയുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അറിയാം, മറ്റു വിശേഷങ്ങളും അറിയാം. അരുൺ, തീർച്ചയായും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ ഉള്ളത്. ഭക്തരെ സംബന്ധിച്ചോളം അവരുടെ ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഈ നവരാത്രി ദിനങ്ങളിൽ ഇവിടേക്ക് എത്തുക എന്നത്. അത് ഏറ്റവും പുണ്യമായി തന്നെ, ജീവിതത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായുള്ള ഒരു അവസരമായി തന്നെയാണ് എല്ലാ ഭക്തരും കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ നവരാത്രിയോടനുബന്ധിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് എന്നത് ഇന്ന് നടക്കുന്നതാണ്. മഹാനവമി നാളിൽ നടക്കുന്ന ഈ രഥോത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ ഉള്ളത്. 1:15 ഈ രഥം വലി ആരംഭിക്കുക. അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. ശില്പ കൂടി നമുക്കൊപ്പമുണ്ട്. എന്തായാലും ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ എത്തുകയല്ലേ? തീർച്ചയായിട്ടും അരുൺ, നമുക്ക് കാണാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭക്തരുടെ എല്ലാം കണ്ണുകളിൽ ആ ഒരു കാത്തിരിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു ഭക്തിയുടെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ദേവിയുടെ ശീവേലി നടക്കുകയാണ്. അമ്മയെ തൊഴുതുകൊണ്ട് എത്രയോ ഭക്തജനങ്ങളാണ് ഇവിടെ തിങ്ങി നിൽക്കുന്നത്. എത്രയോ മണിക്കൂറുകളായിട്ടുള്ള കാത്തുനിൽപ്പാണ്. ഇനി 1:15 അമ്മയുടെ രഥം അമ്മ രഥത്തിൽ കയറി എഴുന്നള്ളുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് മണിക്കൂറുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമാണ് ആ രഥം കാണാൻ. അതിൽ അമ്മയുടെ ആ ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു മുഖം, ആ ഒരു ദൃശ്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു നിയോഗമായി തന്നെ കാണുന്നത്. കാരണം അത്ര ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തസഹസ്രങ്ങൾ ഉള്ളത്. എന്തായാലും ആ ഒരു രഥം വലിയുടെ രഥോത്സവത്തിന്റെ, പുഷ്പരഥോത്സവത്തിന്റെ ആ ചടങ്ങുകൾ അവിടെ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ആ രഥോത്സവം ആരംഭിക്കും. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഭക്തസഹസ്രമാണ് ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഈ രഥം കാണാവുന്ന എല്ലാ ഇടങ്ങളിലും ആ പുഷ്പം കൊണ്ട് എത്രയൊക്കെ മനോഹരമായി അലങ്കരിക്കാമോ അത്രയൊക്കെ മനോഹരമായി അലങ്കരിച്ചുകൊണ്ട്, കാരണം അമ്മ ഇരിക്കുന്ന അമ്മയുടെ ആ രഥമാണ്, അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കിക്കൊണ്ട് ആ ഒരു വിവിധ വർണ്ണങ്ങളിലുള്ള പൂവുകൾ കൊണ്ട് അലങ്കരിച്ച് അങ്ങനെ ഇവിടെ എന്തായാലും ആ ഒരു ചടങ്ങിനായുള്ള സാക്ഷ്യം വഹിക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഭക്തസഹസ്രങ്ങൾ. മലയാളികളടക്കമുള്ള ഒരു ഭക്തസഹസ്രങ്ങൾ ഈ ഒരു സന്നിധിയിലേക്ക് അമ്മയുടെ അനുഗ്രഹം തേടി ഈ സൗവർണിക തീരത്തുള്ള ഈ അമ്മയുടെ ആലയത്തിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും അരുൺ, നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, അമ്മ വിളിക്കുന്നവർക്ക് മാത്രമാണ് അമ്മയെ കാണാൻ സാധിക്കുക എന്നുള്ളത്. ഇത് നമുക്കറിയാം. ഇവിടെ ക്ഷേത്രത്തിന് പുറത്തും ആയിരങ്ങളാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്, ഉള്ളിലേക്ക് വരാൻ സാധിക്കാതെ. എന്നാലും അവരൊക്കെ അമ്മയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് അമ്മയെ ഓർത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ശില്പ അത് പറയുമ്പോൾ തന്നെയാണ് ആ നിത്യാനന്ദ അടിക, അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ മുഖ്യ തന്ത്രിയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാക്കുകൾ, നമുക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ, ആരും ഒന്നും ഭയപ്പെടേണ്ട, അമ്മ എന്നുള്ള ഒരു സങ്കല്പം, ആ അമ്മയെ മനസ്സുരുകി വിളിക്കുക. മനസ്സുരുകി വിളിച്ചാൽ അമ്മ എന്തായാലും ഈ ഒരു സന്നിധിയിലേക്ക് എത്തിക്കും. അതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഓർക്കില്ല. അമ്മയുടെ ആ ഒരു വിളി എത്തുകയാണെങ്കിൽ 100% ഉറപ്പായും ഈ ഒരു സന്നിധിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ, സന്നിധിയിലേക്ക് എത്തിയില്ലെങ്കിലും മനസ്സാൽ സ്മരിച്ചാൽ തന്നെ അമ്മ കൂടെ ഉണ്ടാകുമെന്നും നിത്യാനന്ദ അടിക ഇന്നലെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാതൃഭാവത്തിലുള്ള അമ്മയുടെ സ്വരൂപം നമ്മളൊന്ന് ധ്യാനിച്ചാൽ തന്നെ നമുക്ക് അമ്മയുടെ അരികിൽ നിൽക്കുന്ന അതേ അനുഭൂതി, നിഷ്കളങ്കമായ തീർച്ചയായിട്ടും അത് നമുക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിലും അമ്മയുടെ നാമജപങ്ങളിലൂടെ ആണെങ്കിലും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എത്രയോ നേരങ്ങൾക്ക് മുമ്പാണ് ഈ ഭക്തജനങ്ങളൊക്കെ തന്നെയും ഈ ഒരു കാത്തിരിപ്പ് തുടങ്ങിയത്. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിയ ഭക്തരാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഇല്ലാതെ അമ്മയെന്നുള്ള ഒറ്റ വികാരത്തോടെ അമ്മയിലേക്ക് സർവ്വതും സമർപ്പിച്ച് ഈ മണ്ണിലേക്ക് എത്താൻ പുണ്യം സിദ്ധിച്ച, അല്ലെങ്കിൽ ഏറ്റവും പരിപാവനമായ ഈ ഒരു നിമിഷത്തിലേക്ക്, ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താൻ അവസരം ലഭിച്ച, അല്ലെങ്കിൽ അമ്മ വിളിച്ച ഭക്തജനങ്ങളാണ്. ഇങ്ങനെ തിങ്ങി നിറയുകയാണ്. മണിക്കൂറുകൾ എത്രയോ മുമ്പാണ് ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക്, മൂകാംബികയുടെ മുന്നിലേക്ക്, ആദ്യ പരാശക്തിയുടെ മുന്നിലേക്ക് ഈ ഭക്തസഹസ്രങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് ക്ഷേത്ര സന്നിധി ഒന്നാകെ എത്തുകയാണ്. തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന 2 അക്ഷരത്തിലുള്ള വാത്സല്യവും സ്നേഹവും
സ്നേഹവും എല്ലാം നിറഞ്ഞു തുളുമ്പുന്ന മൂകാംബിക ദേവിയാണ് ഇവിടെയുള്ളത്. ആ അമ്മയുടെ അരികിലേക്ക് മക്കൾ എത്തുക എന്ന് പറയുന്നത് അത്രത്തോളം ഭക്തിസാന്ദ്രമായി നമുക്ക് ഇവിടെ നിൽക്കുന്ന ഓരോ ഭക്തരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും ആ ഒരു സ്നേഹവും ആ ഒരു ഭക്തിയും എല്ലാം കാണാൻ സാധിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്തിട്ടാണ് അമ്മമാര് ഇവിടെ നിൽക്കുന്നത്. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത് എന്ന് കൂടി ഉണ്ടായിരുന്നു. സൗഭാഗ്യം എന്നതിനപ്പുറത്തേക്ക് പൂർവ്വജന്മ സുഹൃതം ഭക്തരൊക്കെ തന്നെ ഒറ്റ വാക്കിൽ പറയുന്നത് ഈ നിമിഷം, ഈ നവരാത്രി ദിവസം, ഈ രഥോത്സവം നടക്കുന്ന ഈ സമയം, മഹാനവമി ദിനത്തിൽ ഈ ഒരു പുണ്യ സങ്കേതത്തിലേക്ക് അമ്മയെ ഒരു നോക്കെങ്കിൽ ഒരു നോക്ക് കാണുക, ഈ പുഷ്പ രഥോത്സവം ഒന്ന് കാണുക, അതിൽ നിന്നും വർഷിക്കുന്ന ആ നാണയത്തൊട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുക എന്നത് അത് പൂർവ്വജന്മ സുഹൃതത്തിനപ്പുറത്തേക്ക് മറ്റൊരു വാക്ക് നമുക്ക് പറയാനില്ല. അതുതന്നെയാണ് ഈ അമ്മയുടെ മടിത്തട്ടിലേക്ക്, അമ്മയുടെ അരികിലേക്ക്, അമ്മയുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ ഭക്തന്റെ മനസ്സിലും ഉണ്ടാകുന്ന ആ ഒരു വികാരം സർവ്വതും അമ്മയിലേക്ക് സമർപ്പിച്ചു കൊണ്ടെത്തുന്ന ആ ഭക്തരുള്ളിലേക്കുള്ള ആ ഒരു ഞാനും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ അമ്മയാൽ വിളിക്കപ്പെട്ട് വന്നവരാണ് എന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ചിന്ത തന്നെ നമുക്ക് എത്രത്തോളം ആനന്ദം തരുന്നുണ്ട്. അമ്മ നമ്മളെ തിരഞ്ഞെടുത്തു എന്നതിലുള്ള ഒരു ആനന്ദമുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാ ഭക്തർക്കും അതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ന് നവരാത്രി എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അത്രയും പ്രിയപ്പെട്ട ദിനങ്ങളാണ്. ആ ദിനങ്ങളിൽ ഒരിക്കലും അമ്മയെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നതും അത്രയും മനോഹരമായ രൂപത്തിൽ ഇത്രയും അലങ്കരിച്ചിട്ടുള്ള പുഷ്പരഥത്തിൽ അമ്മ ഇരിക്കുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും അനുഭവിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതല്ലേ. തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ നോക്കൂ, എത്ര മനോഹരമാണ് അമ്മയുടെ ആ രഥം ഇങ്ങനെ തയ്യാറായി കിടക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ്, എത്ര വർണ്ണാഭമായിട്ടാണ് പല വർണ്ണങ്ങളിലുള്ള ആ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ആ രഥം ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ ആ രഥത്തിലേക്കാണ്. ആ രഥത്തിലേറി അമ്മ വലം വെക്കുന്ന ആ ഒരു കാഴ്ച, ആ ഒരു കാഴ്ചയ്ക്ക് തന്നെയല്ലേ ഈ ഭക്തജന ലക്ഷങ്ങൾ ഈ ഒരു സന്നിധിയിലേക്ക് എത്തുന്നത്. ഈ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പുലർച്ചെ എത്തിയവർക്ക് മാത്രമാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കടക്കാൻ അവസരം കിട്ടിയത്. ഇതിലും എത്രയോ അധികം ആളുകളാണ് ഈ അമ്മയുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ കഴിയാതെ നാമഭദ്ര ജപവുമായി അമ്മയുടെ ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് പുറത്ത് ഈ പുണ്യമായുള്ള, ഈ ശ്രേഷ്ഠമായുള്ള, ഈ പരിപാവനമായുള്ള നിമിഷത്തിനായി കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ എല്ലായിടങ്ങളും അങ്ങനെ ഭക്തരെ കൊണ്ട് നിറയുകയാണ്. ആ മലയാളികളടക്കമുള്ള തീർത്ഥാടകർ ഈ സന്നിധിയിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. എന്തായാലും മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമാണ് അമ്മയെ ദർശിക്കാനുള്ള ഒരു അവസരമുണ്ടാകുക. ക്ഷേത്ര സന്നിധിയിൽ ഒന്നാകെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലായിടങ്ങളും നാമമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ തീർച്ചയായിട്ടും കൈ കൂട്ടിക്കൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് അമ്മയെ കാണാൻ നിൽക്കുന്ന ഭക്തരെ കാണുമ്പോൾ ആ ഒരു നിർവൃത്തി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നതാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇവിടേക്ക് എത്താൻ കഴിയാത്ത പ്രേക്ഷകർക്ക് നമുക്ക് തത്സമയം അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടി വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടേക്ക് എത്തണമെന്ന് വിചാരിച്ചെത്താൻ കഴിയാതെ പോയ ഒരുപാട് ഭക്തർ അവരുടെ വീടുകളിൽ ഇരുന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാകും. ഇപ്പം അമ്മയുടെ ശ്രീവേലിയുടെ കാഴ്ചകളാണെങ്കിലും അമ്മയുടെ പുഷ്പകരഥമാണെങ്കിലും ഇതെല്ലാം അവർ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സ്നേഹവും സന്തോഷവും എല്ലാം പറഞ്ഞറിയിക്കുന്നതിന് മുകളിലായിരിക്കുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതായത് മഴയും വെയിലും ഒക്കെ തന്നെ ഇടമാറിയ ഒരു അന്തരീക്ഷം. അങ്ങനെ എത്ര കാലാവസ്ഥയിൽ എത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടായാലും കടുത്ത വെയിലാണെങ്കിലും നല്ല മഴ പെയ്യുന്നത് നമ്മൾ കണ്ടു. ആ സമയത്ത് പോലും ഭക്തരെ മഴയൊന്നും വകവയ്ക്കാതെ ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മഴയോ വെയിലോ ഒന്നും വിഷയമല്ല എന്നുള്ളതാണ്. മഴയും വെയിലും ഒന്നുമല്ല, അത് അമ്മയിലേക്ക് അർപ്പിച്ച ആ ഒരു വലിയ വിശ്വാസം. അമ്മ ഇവിടേക്ക് എത്താൻ സഹായിച്ചാൽ, ഈ നിമിഷം ഇവിടെ എത്തിയാൽ, ഈ ഒരു സന്നിധിയിൽ നിന്നാൽ അത് ഒരു വലിയ അനുഗ്രഹത്തിനപ്പുറത്തേക്ക്, പൂർവ്വജന്മ സുഹൃത്തിനേക്ക് അപ്പുറത്തേക്ക് ജീവിതത്തിലെ ഏറ്റവും 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 അമൂല്യമായ ആ ഒരു നിമിഷമായി കണക്കാക്കിക്കൊണ്ടുള്ള ആ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് പോകുന്നത്. മഴയും വെയിലും ഒക്കെ നിൽക്കുന്നു. പക്ഷേ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വതും അമ്മയിലേക്ക് സമർപ്പിച്ച ആ ഭക്തസഹസ്രങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒന്നേ കാലോടെയാണ് ഈ
പുഷ്പരഥോത്സവം ആരംഭിക്കുക. അതിൻ്റെ മുഹൂർത്തം, ആ രഥോത്സവത്തിൻ്റെ മുഹൂർത്തം ആ സമയത്താണ്. ആ ഒരു ചടങ്ങിനായി സാക്ഷിയാകുക എന്നതാണ് ഈ എത്തിയ ഭക്തലക്ഷങ്ങളുടെ ഭക്തസഹസ്രങ്ങളുടെ എല്ലാം തന്നെ ഒരേ ഒരു ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിനായി കാത്തു നിൽക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണാം എത്രയോ ഭക്തരാണ് ഈ ഒരു ക്ഷേത്ര സന്നിധിക്കുള്ളിൽ. അത് പുലർച്ചെ എത്തിയവർക്ക് മാത്രമാണ് ഇതുവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക്, ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. ഇതിനും എത്രയോ ഇരട്ടിയിലധികം ആളുകളാണ് ഈ ക്ഷേത്രത്തിന് പുറത്ത് ഇങ്ങനെ കാത്തി നിൽക്കുന്നത്. അമ്മയെ ഒരു നോക്ക് കാണുക. ഈ രഥോത്സവത്തിന് ശേഷം മാത്രമായിരിക്കും ഈ പുറത്ത് നിൽക്കുന്ന ഈ ഭക്തജനങ്ങളെയൊക്കെ തന്നെ ദർശനത്തിനായി ക്ഷേത്രത്തിന് അകത്തേക്ക് കയറ്റിവിടുക. എന്തായാലും പുഷ്പരഥോത്സവത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുന്നത്. എന്തായാലും ആചാരങ്ങൾ കൊണ്ട്, അതോടൊപ്പം തന്നെ വൈവിധ്യമായ പൂജാരീതികൾ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഒരു പുണ്യ സങ്കേതത്തിലേക്ക് അങ്ങനെ 10,000 ഇങ്ങനെ പ്രവഹിക്കുകയാണ്. ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ